ഫ്രണ്ട്സ് BSFിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പെർമനൻറ്റ് വേക്കൻസിയാണ്. കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, ഇതിൻ്റെ എലിജിബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഡയറക്ടറേറ്റ് ജനറൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നിങ്ങൾക്കൂടെ കാണാം. ഇനി 24 ജൂലൈ 2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഫോർ ദ ഇയർ 2024-25 എന്നൂടെ കാണാം. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 3588 വേക്കൻസിയാണ്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 3406 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 182 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിൽ ലെവൽ 3 ആണ്. 21,700 മുതൽ 69,100 ആണ് ഇതിൻ്റെ സാലറി വരുന്നത്, പേ സ്കെയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ സാലറിക്ക് പുറമെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് അലവൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് റേഷൻ അലവൻസ്, മെഡിക്കൽ അസിസ്റ്റൻസ്, അതുപോലെ ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ലീവ് പാസ് എറ്റ്സെട്രയാണ്. അപ്പോൾ ഒട്ടനവധി മറ്റ് അലവൻസുകളും ഉണ്ടായിരിക്കും. അപ്പോൾ പെർമനൻറ്റ് വേക്കൻസിയാണ്, അത്യാവശ്യം നല്ല വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. IBയുടെ ഒക്കെ വന്നിട്ടുണ്ട്. IBയുടെ ഡിഗ്രി യോഗ്യത വെച്ചിട്ട് അപ്ലൈ ചെയ്യാനുള്ള വന്നിട്ടുണ്ട്. അതുപോലെ 10ാം ക്ലാസ് വെച്ചിട്ട് യോഗ്യത ഉള്ളത് വന്നിട്ടുണ്ട്. 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾ വ്യക്തമായിട്ട് വീഡിയോ സീക്ക് ചെയ്ത് മുഴുവനായിട്ടും കാണുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അവിടെ കാണാം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ രീതിയിൽ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 10ാം ക്ലാസ്സും ITM വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ കാണാം നിങ്ങൾക്ക് ഫോർ ട്രേഡ് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ, അതുപോലെ കോൺസ്റ്റബിൾ പ്ലംബർ, അതുപോലെ കോൺസ്റ്റബിൾ പെയിൻറ്റർ, അതുപോലെ ഇലക്ട്രീഷ്യൻ, അതുപോലെ പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ അപ്പോസ്റ്റർ, ഈ പറയുന്ന ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയാണ് ആദ്യം പറയുന്നത്. ഇവിടെ കാണാം 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതായത് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം ഒന്നെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള IT വേണം, അതല്ലെങ്കിൽ 1 വർഷം ഡ്യൂറേഷനുള്ള IT. ഓക്കെ, 2 രീതിയിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഞാൻ ഇവിടെ എഴുതി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. SSLC, ഓക്കെ, SSLC നിങ്ങൾ ഇത് മൗസ് കൊണ്ടാണ് എഴുതുന്നത് കേട്ടോ. SSLC പാസ്സായിരിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള IT, അതല്ലെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള IT, അതല്ലെങ്കിൽ 1 വർഷം ഡ്യൂറേഷനുള്ള IT. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് ബേസിക് ക്വാളിഫിക്കേഷൻ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനിയിപ്പം നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ITI നിങ്ങൾക്ക് ഏത് ട്രേഡിലാണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡിൽ ഇവിടെ പറഞ്ഞില്ലേ, കാർപ്പൻറ്റർ, പ്ലംബർ, അതുപോലെ പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, പമ്പ് ഓപ്പറേറ്റർ, അപ്പോസ്റ്റർ, ഈ പറയുന്ന അതത് ട്രേഡുകളിലോ അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സിമിലർ ട്രേഡ്, അല്ലെങ്കിൽ ഈ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സിമിലർ ട്രേഡിലോ നിങ്ങൾക്ക് ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക്, ഈ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ഈ പറയുന്ന ട്രേഡുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് SSLC പ്ലസ് 2 വർഷം ഡ്യൂറേഷനുള്ള IT ആണെങ്കിൽ യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. എന്നാൽ നേരെ മറിച്ച് SSLCയും 1 വർഷം ഡ്യൂറേഷനുള്ള IT ആണെങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 വർഷം ഡ്യൂറേഷനുള്ള ITയും ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിലോ അല്ലെങ്കിൽ അതുമായി സിമിലർ ആയിട്ടുള്ള ട്രേഡിലോ 1 വർഷം ഡ്യൂറേഷനുള്ള IT ആണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എന്ത് വേണം, 1 ഇയർ എക്സ്പീരിയൻസ് വേണം അതത് ട്രേഡുകളിൽ. ഓക്കെ, 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അപ്രൻറ്റീഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രൻറ്റീഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എത്രയാണ്, അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് SSLC ഒന്നാമതായിട്ട് നമ്മൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ SSLC ഉണ്ടായിരിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള IT, 2 വർഷം ഡ്യൂറേഷനുള്ള IT ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ 1 വർഷം ഡ്യൂറേഷനുള്ള IT ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതത് ട്രേഡുകളോടെ പറയേണ്ട ഈ ട്രേഡുകളായിരിക്കണം IT കഴിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ട്രേഡിലായിരിക്കണം എന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള ട്രേഡുകളാണ്, സെക്കൻഡ് കാറ്റഗറി ട്രേഡ്സ് ആണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. കോൺസ്റ്റബിൾ, കൊബ്ലർ, അതുപോലെ ടെയിലർ, അതുപോലെ വാഷർമാൻ, അതുപോലെ ബാർബർ, അതുപോലെ സ്വീപ്പർ, അതുപോലെ കോജി, ഈ പറയുന്ന അതത് ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. 10th പാസ്സായിരിക്കുക അല്ലെങ്കിൽ SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ കാറ്റഗറി ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 10ാം ക്ലാസ് പാസ് അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം.
പക്ഷേ ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്, അതത് ട്രേഡുകളിൽ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊബ്ലർ, അതുപോലെ ടെയിലർ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തായിരിക്കണം, നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ വെറുതെ നമുക്ക് അതിലൊന്നും ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. അത്യാവശ്യം നമുക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആണ്, നമുക്ക് കുറച്ചും പാട് എന്താണ് അതിലേക്ക് ഒരു അറിവുണ്ട്, നോളജ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സെക്കൻഡ് കാറ്റഗറി ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും. ട്രേഡ് ടെസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ആ ട്രേഡ് ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് സെക്കൻഡ് കാറ്റഗറി, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാറ്റഗറി ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ മൂന്നാമത്തെ കാറ്റഗറി ട്രേഡുകൾ ഇവിടെ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ, കുക്ക്, വാട്ടർ കാരിയർ, അതുപോലെ വെയിറ്റർ. ഈ പറയുന്ന ട്രേഡിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് നമുക്ക് 10ാം ക്ലാസ്സും വേണം. അതായത് SLC ഒരു 10ാം ക്ലാസ് നമുക്ക് പാസ്സായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക് ഉണ്ട്. അതായത് ഈ പറയുന്ന നിങ്ങൾക്ക് കാണാം NSQF-ൻ്റെ ലെവൽ 1 കോഴ്സ്, ഈ ഫുഡ് പ്രൊഡക്ഷനിലുള്ള ലെവൽ 1 കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കിച്ചൺ ട്ടോ. ഓക്കെ, അത് ഈ പറയുന്ന നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റും പാട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം നമുക്ക് 18 വയസ്സും മാക്സിമം 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റിലേക്ക് നമുക്ക് 25 കഴിയാൻ പാടില്ല, മിനിമം 18 വയസ്സായിരിക്കണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയും, OBC ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ആട്ടോ. OBC NCL ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാം, ആദ്യം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റിട്ടൺ എക്സാമിനേഷൻ. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് ട്രേഡ് ടെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എന്താണ് സ്റ്റേജും നമ്മൾ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രേഡിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിലധികം ട്രേഡിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ട്രേഡിലേക്ക് അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വിവിധ സ്റ്റേറ്റ് വൈസ് വാക്കൻസീസ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റിലുള്ള വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കേട്ടോ. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് സ്റ്റേറ്റ് ആണോ നമ്മൾ സ്ഥിരം താമസിക്കുന്ന അതിൻ്റെ ആ സ്റ്റേറ്റിൻ്റെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി നമ്മൾ അറിയിക്കും കേട്ടോ. അതിൻ്റെ എക്സാമും മറ്റു കാര്യങ്ങളോ കോൾ ലെറ്ററൊക്കെ വരുമ്പോൾ. പിന്നെ PWD കാൻഡിഡേറ്റ്സ്, അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ള കാറ്റഗറിക്ക് ഈ പറയുന്ന കോൺസ്റ്റബിൾ ട്രേഡ്സ്മാനിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ്, അതായത് വിവിധ ട്രേഡുകൾ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് ട്രേഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് SC/ST, OBC, EWS ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പ്രൊഫസർ തയ്യാറാക്കിയത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും റിലാക്സേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഹൈറ്റ് റിലാക്സേഷൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ റിലാക്സേഷൻ സർട്ടിഫിക്കറ്റും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ, എല്ലാവരും എല്ലാം ആവശ്യമുള്ളവർ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ, അതായത് തെറ്റുകളില്ലാതെ മാക്സിമം നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം. തെറ്റുകൾ വന്നാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഈ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 24/8/2025 മുതൽ നിങ്ങൾക്ക് 26/8/2025 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഈ BSF തരുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ 100 രൂപ അഡീഷണൽ ചാർജ് ആയിട്ട് വാങ്ങും കേട്ടോ. അഡീഷണൽ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും 100 രൂപ. അതെല്ലാ ഉദ്യോഗാർത്ഥികളും കൊടുക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അതല്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്താൽ ഈ ഒരു പ്രശ്നമില്ല. ഇനി എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് വന്നു പോയാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡേറ്റ് പ്രത്യേകം ഓർത്ത് വെക്കുക. 24/8 to 26/8 എന്ന് പറയുന്ന ആ ഡേറ്റ് കേട്ടോ, ഓഗസ്റ്റ് 26 വരെ, 24 മുതൽ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സാമിനേഷൻ ഫീ ആണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 100 രൂപ എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട്. പിന്നെ ഒരു 50 റുപ്പീസ് പ്ലസ് ഒരു 18% GST പറയുന്ന കോമൺ സർവീസ് സെൻറ്ററിൻ്റെ ഒരു എമൗണ്ടും കൂടെ അതിൽ പറയുന്നുണ്ട്, സർവീസ് ചാർജ് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലും കൂടെ നെറ്റ് ബാങ്കിങ്, അതുപോലെ ക്രെഡിറ്റ്, ഇങ്ങനെയുള്ള ക്രെഡിറ്റ് ഡെബിറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീ അടിക്കാം ഓൺലൈനായിട്ട്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ്, ഇവർ എക്സ് സർവീസ്മാൻ, ഇവർക്കൊന്നും യാതൊരുവിധ അപേക്ഷാ ഫീസും വേണ്ട. അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇനി ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഒരു സെൻറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് അതായത് വിവിധ സ്റ്റേജുകളുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്തുള്ളത് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കേരള, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി നിങ്ങൾക്കിവിടെ കാണാം. ലക്ഷദ്വീപൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെയാണ്, ബാംഗ്ലൂരാണ്, BSF അറ്റ് ബാംഗ്ലൂരാണ് ഇവിടെ കാണാം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഇവിടെ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി ഇത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന്, ചെസ്റ്റ് ആണെങ്കിൽ 75 to 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് 155 സെൻറ്റിമീറ്റർ മതി. ചെസ്റ്റ് അവിടെ അപ്ലിക്കബിൾ അല്ല കേട്ടോ, അവർക്ക് ചെസ്റ്റ് ബാധകമല്ല. ഇനി അടുത്തത് ST കാൻഡിഡേറ്റ്സിന്, ഇപ്പോൾ ഏത് സ്റ്റേറ്റിലുള്ള ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവർക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ചെസ്റ്റ് ആണെങ്കിൽ 75 to 80 ചെസ്റ്റ് വേണം. അതോടൊപ്പം തന്നെ ഹൈറ്റ് ഫീമെയിൽ ആണെങ്കിൽ 148 മതി കേട്ടോ, ചെസ്റ്റ് അപ്ലിക്കബിൾ അല്ല. പിന്നെ മറ്റു ചില റീജിയനിൽ ഹില്ലി റീജിയനിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ റിലാക്സേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളാണ് ബാക്കി വരുന്നത് കേട്ടോ. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പം അതിൻ്റെ ഡിസ്റ്റൻസ് വിഷൻ പറയുന്നുണ്ട് 6/6 ഒരു കണ്ണിനും 6/9 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് വിത്തൗട്ട് കറക്ഷനിലാണ്, അതായത് നമ്മൾ ഗ്ലാസോ ലെൻസോ ഒന്നും ഉപയോഗിക്കാതെ ആ ഒരു നമ്മൾ കറക്റ്റ് ചെയ്യാതെ നമുക്ക് ആ ഒരു വിഷൻ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. 6/6 എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വിഷനാണ്. അപ്പോൾ ഒന്ന് 6/6 ഉണ്ടായാൽ മതി, മറ്റേത് 6/9 ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുണ്ടോ ഗ്ലാസോ ലെൻസോ ഒന്നും വെക്കാതെ നിങ്ങൾക്ക് 6/6ഉം 6/9ഉം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഫസ്റ്റ് ഫേസ് വരുന്നത് ഇതാണ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഇത് ഒരേ സമയം നടക്കുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആദ്യം ചെക്ക് ചെയ്യും, നമ്മുടെ ഹൈറ്റും വെയിറ്റ് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഓട്ടമാണ് ഉണ്ടായിരിക്കുക. അത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിലിനും വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഫീമെയിൽ ആണെങ്കിൽ 1.6 കിലോമീറ്റർ നിങ്ങൾക്ക് കാണാം എത്ര മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എക്സ് സർവീസ്മാൻ ഉണ്ടാവില്ല കേട്ടോ. എക്സ് സർവീസ്മാൻ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പ്രത്യേകിച്ച് മാർക്കൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങളത് ക്വാളിഫൈ ചെയ്യുക, അത് ക്വാളിഫൈ നേച്ചറാണ്, ജസ്റ്റ് അത് ക്വാളിഫൈ ചെയ്യാന്നുള്ളൂ കേട്ടോ. പിന്നെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് ഒക്കെ അതിനനുസരിച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഒരുപാട് ആളുകൾ അത് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം മേ ബി അതിൽ കുറേ ആളുകൾ പോകും. കാരണം മറ്റെന്ന് പറഞ്ഞാൽ എക്സാം ആകുമ്പോൾ ഒരുപാട് പേര് എക്സാം എഴുതുന്ന സമയത്ത് അതിൻ്റെ കട്ട് ഓഫും അതിനൊക്കെ അനുസരിച്ച് മാറും. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പറ്റും. അത് OMR ബേസ്ഡോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡോ ടെസ്റ്റ് ആയിരിക്കും. 2 മണിക്കൂർ ഡ്യൂറേഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് മെയിൽ SMS ഒക്കെ ആയിട്ട് നിങ്ങൾ അറിയിക്കും കേട്ടോ ടെസ്റ്റ്. പിന്നെ അതോടൊപ്പം 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ജനറൽ അവയർനെസ് ഓർ ജനറൽ നോളജ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ദെൻ നോളജ് ഓഫ് എലിമെൻ്ററി മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ദെൻ അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി ടു ഒബ്സർവ് ദ ഡിസ്റ്റിങ്വിഷ്ഡ് പാറ്റേൺസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ബേസിക് നോളജ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി, ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മതി. ഇപ്പോൾ ഹിന്ദി നമുക്ക് നിർബന്ധമല്ല, മാൻഡേറ്ററി അല്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ. അപ്പോൾ 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. അപ്പോൾ 2 മണിക്കൂറായിരിക്കും ടൈം ഡ്യൂറേഷൻ ടോട്ടൽ വരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫേസ് കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഫേസ് ആണ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഡോക്യുമെൻറ്റേഷനാണ് ആദ്യം നടക്കുക. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ട്രേഡ് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റിലേക്കും ഇല്ല, ചില പോസ്റ്റിലേക്ക് മാത്രമേ ഉള്ളൂ. വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ട്രേഡ് ടെസ്റ്റ് ഉള്ളതെന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടും കൂടെ കാണാം. ഇപ്പോൾ കാർപ്പൻറ്റർ, പ്ലംബർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, പമ്പ് ഓപ്പറേറ്റർ, അപ്പോസ്റ്റർ, ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഒന്നും എന്തില്ല, ട്രേഡ് ടെസ്റ്റ് ഇല്ല കേട്ടോ. ഓക്കെ, അവർക്ക് വേണ്ടത് ITI ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക്. എന്നാൽ ഇവിടെ മുതലും കാണാം കൊബ്ലർ, അതുപോലെ ടൈലർ, അതുപോലെ വാഷർമാൻ, ബാർബർ, സ്വീപ്പർ, അതുപോലെ കോജി, ഈ പറയുന്ന ട്രേഡിലേക്കൊക്കെ എന്തുണ്ടായിരിക്കും, ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കൂടെ കാണാം. ഇപ്പോൾ കൊബ്ലർ ആണെങ്കിൽ നമുക്ക് ഷൂ പോളിഷ് ചെയ്യലും അതിൻ്റെ ടൂൾ ഹാൻഡ്ലിങ്ങും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്, ബേസിക് കാര്യങ്ങളാണ്. ടൈലർ ആണെങ്കിൽ നിങ്ങൾക്ക് ടേക്കിംഗ് മെഷർമെൻറ്റ്, അതുപോലെ തന്നെ കട്ടിങ് ഓഫ് ക്ലോത്ത്, സ്റ്റിച്ചിങ് ഓഫ് യൂണിഫോം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ട്രേഡ് ടെസ്റ്റാണ് നമ്മൾ പ്രാക്ടിക്കലി അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി വാഷർമാൻ ആണെങ്കിൽ വാഷ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, കാക്കിയും അതിൽ കോട്ടൺ യൂണിഫോം അങ്ങനെയുള്ള സംഭവമൊക്കെ. അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇനി ഈ പറയുന്ന കുക്കിനും അതുപോലെ വാട്ടർ കാരിയറിനും വെയിറ്ററിനും എന്തില്ല, ട്രേഡ് ടെസ്റ്റ് ഇല്ല.
ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതാണ്. അതിന് പകരം നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. എന്നാൽ ഈ പറയുന്ന കൊബ്ലർ മുതൽ കോജി വരെ നമുക്ക് എന്താണ് 10ാം ക്ലാസ് വെച്ച് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് ടെസ്റ്റ് നടത്തുന്നത്. മറ്റേ നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ IT കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേ പോസ്റ്റ് ആണെങ്കിൽ NSQFിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്റ്റേജ് നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മെഡിക്കലി ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ ഒക്കെയാണ്. ഇനി ഇവിടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ റിട്ടൺ എക്സാമിനേഷൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടൺ എക്സാമിനേഷൻ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തോ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 25/7/2025 മുതൽ നിങ്ങൾക്ക് 23/8/2025 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 23/8/2025 ആണ്. ഇനി ഇതിലേക്ക് രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ OTR ചെയ്യണം, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. സ്റ്റെപ്പ് 2 നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ അപേക്ഷ ഫീസ് അടയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിന് 3 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 30-100 KB ഫയൽ സൈസ് ആയിരിക്കണം. സിഗ്നേച്ചർ 20-50 KBയുടെ ഉള്ളിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ് 30-100 KBയുടെ ഉള്ളിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം. പിന്നെ തമ്പ് ഇംപ്രഷൻ ഒക്കെ അപ്ലോഡ് ചെയ്യണം. അത് 50 KBയുടെ ഉള്ളിൽ കൂടുതൽ 50 KBയിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫ് ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. JPG ഫോർമാറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ JPG PNG ഇതിലേതെങ്കിലും ഫോർമാറ്റ് ആയിരിക്കണം കേട്ടോ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സൈഡിങ്ങനെ മാതൃക അതിൽ കൊടുത്തിട്ടുണ്ട്. OBC ആണെങ്കിൽ അതിൻ്റെ സൈഡിങ്ങനെ മാതൃക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന തന്നിരിക്കുന്ന രീതിയിലുള്ള മാതൃകയിലുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം തയ്യാറാക്കേണ്ടത് കേട്ടോ. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അതിനാവശ്യമുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിൽക്കുന്നുണ്ടാവും, ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട്. ആ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് കടവരാൻ കാണാം. BSF കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഏറ്റവും താഴോട്ട് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കാണാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കാം. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഇൻഫർമേഷനാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും മെയിൽ ID ഒക്കെ കൊടുത്ത് നിങ്ങൾ OTP ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തുടർന്ന് അങ്ങോട്ട് പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ട് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡെമോ വീഡിയോ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്